എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അലീനെ കൂട്ടിയിട്ട് അബിതയും ഹരിയും കൃഷ്ണയും എല്ലാവരുമായിട്ട് വൈജയന്തിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. വൈജയന്തിയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ അതൊട്ടും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീനയും കൂട്ടിയല്ലേ വൈജയന്തിയെ വിളിക്കാൻ വന്നിരിക്കുന്നത്. സമയത്ത് പറയുവാണ്, അമ്മേ, അലീന ചേച്ചി കാരണമാണ് ഇവിടേക്ക് ഞങ്ങൾ എത്തിയത്. അലീന ചേച്ചി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അമ്മയെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. സമയത്ത് വൈജയന്തി പറയുവാണ്, ഓ പിന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആളാ അലീന. സമയത്ത് മനു ചോദിക്കുവാണ്, ആൻറ്റി, അലീന ചിരിച്ചുകൊണ്ട് എത്ര പേരുടെ കഴുത്ത അറുത്തത്, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, ഓ അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നീയാണെങ്കിൽ അവളുടെ പക്ഷമല്ലേ, തന്നെയാണല്ലോ ചെയ്യുന്നത്, എൻ്റെ അടുത്താണല്ലോ അവൾക്ക് കൂടുതലോ ഒലിപ്പേര്. വൈജയന്തി പറയുന്ന സമയത്ത് മനു പറയുവാണ്, ആൻറ്റി ഈ രീതിയിലുള്ള സംസാരം ഒന്നും സംസാരിക്കണ്ട, ആൻറ്റിയുടെ രീതിക്ക് ചേർന്നതല്ല ഈ സംസാരം എന്ന് മനുശങ്കർ പറയുവാണ്. സമയത്ത് വൈജയന്തി പറയുവാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയത്തുള്ളൂ, താഴ്ന്ന് ഭൂമിയോളം താഴ്ന്നു നിൽക്കുവാണ്, ഇനിയും താഴണമെങ്കിൽ ഭൂമി കുഴിക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തറപ്പിച്ച് വൈജയന്തി പറയുവാണ്. അന്നേരം കൃഷ്ണയും ബബിതയും എല്ലാം പറയുന്നുണ്ട്, അമ്മേ വാ നമുക്ക് തിരിച്ചു പോകാമെന്ന്. സമയത്ത് ഒരു കാരണവശാലും വൈജയന്തി ഇല്ല, വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഞാൻ വരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട, ദാ അവളെയും വിളിച്ചുകൊണ്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വൈജയന്തി അങ്ങോട്ട് പോകുന്നുണ്ട്. സമയത്ത് മനു പറയുവാണ്, ആന്റിയോട് സംസാരിച്ചിട്ട് തർക്കിച്ചിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ ഏതായാലും ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. മനു അച്ഛനും അമ്മയും ഒന്ന് വരട്ടെ, എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സെറ്റിൽ വന്നിരിപ്പുണ്ട്. സമയത്ത് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിയെ ശല്യം ചെയ്യാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. മുത്തശ്ശിയാണെങ്കിൽ ഒരു ചുമ വന്ന് ചുമയ്ക്കുമ്പോഴത്തേക്ക് ഒന്ന് കണ്ണ് തുറന്നു പോകും. സമയത്ത് മുത്തശ്ശി നോക്കുമ്പോൾ അലീന നിൽക്കും പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ണൊക്കെ ഒന്ന് തിരുമിയിട്ട് ഒന്ന് നോക്കുന്നുണ്ട്. ഇത് അലീന തന്നെയാണോ ഒന്ന് നോക്കുന്നുണ്ട് ശ്രദ്ധിച്ച്. മുത്തശ്ശി ചോദിക്കുകയാണ്, അയ്യോ ഇത് അലീനയല്ലേ? ചോദിക്കുമ്പം അലീന അടുത്തോട്ട് ചെന്നിട്ട് ഈ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ എഴുന്നേൽപ്പിച്ചിട്ട് ചിവരോട് ചേർത്ത് ഇരുത്തുന്നുണ്ട് അലീന. ചേച്ചിക്കാണെങ്കിൽ അലീനയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണേ അലീന, എന്താ മുത്തശ്ശിക്ക് ഒട്ടും മനസ്സിലായില്ലേ? സമയത്ത് മുത്തശ്ശി പറയാണ്, എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ ഒന്നോടെ. സമയത്ത് അലീന ചോദിക്കുവാണ്, അതെന്താ ഇനി ഒരിക്കലും കാണില്ല എന്ന് കരുതിയോ? സമയത്ത് മുത്തശ്ശി പറയാണ്, അതൊന്നും അല്ല, ഏതായാലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. സമയത്ത് അലീന ചോദിക്കുവാണ്, എന്തിനാ മുത്തശ്ശി കരയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ് വീണ്ടും, മോളെ നീ എന്തൊക്കെ സഹിച്ചു മോളെ, ഇപ്പോഴും സഹിച്ചുകൊണ്ടല്ലേ മോൾ ഇരിക്കുന്നത്? എന്തൊക്കെ സഹിക്കാൻ കിടക്കുന്നു? എല്ലാം കാണാൻ വേണ്ടി മാത്രം ഈശ്വരൻ എന്നെ ഇട്ടേക്കുക. സമയത്ത് വീണ്ടും അലീന ചോദിക്കുവാണ്, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അങ്ങനെ സങ്കടപ്പെടുകയെന്നും വേണ്ട, എൻ്റെ ഒരു ആവശ്യമില്ല മുത്തശ്ശി എന്ന് ചോദിക്കുവാണ്. സമയത്ത് മുത്തശ്ശി ചോദിക്കുവാണ്, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വൈജയന്തിയെ കൂട്ടിക്കൊണ്ടു പോകാനാണോ? ഇതിനാണോ നിങ്ങൾ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. സമയത്ത് അലീന ചോദിക്കുവാണ്, അയ്യടാ ഇതെങ്ങനെയാ മനസ്സിലാക്കിയത് മുത്തശ്ശി? സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് നിന്നെ അറിയാം, എന്നിട്ട് എന്താ പറഞ്ഞത്? വൈജയന്തി കണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീനയോട്. ആ സമയത്ത് പറയുവാണ്, ആ കണ്ടു, സംസാരിച്ചു. എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. സമയത്താണെങ്കിൽ മുത്തശ്ശി ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. സമയത്ത് അലീന വീണ്ടും പറയുവാണ്, മുത്തശ്ശി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. സമയത്ത് അലീന പറയുവാണ് വീണ്ടും, അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോ രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാരും അവരെയൊക്കെ ഞാൻ പിടിച്ചെടുത്തു. സമയത്ത് മുത്തശ്ശി പറയാണ്, ആ എനിക്കറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, ഇതിനാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശി പറയുമ്പോഴത്തേക്ക് അലീന ചോദിക്കുവാണ്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. എങ്ങനെയാ, വൈജയന്തിന്റെ ഭാഗത്തായോ? സമയത്ത് അലീന പറയുവാണ്, ഇല്ല, മാഡം മാത്രം പിടിച്ചാൽ കിട്ടുന്നില്ല, മാഡം ഓടിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയും തരുന്നില്ല. അലീന പറയുമ്പോൾ പക്ഷെ ആ സമയത്ത് ഇഷ്ടക്കേട് കൊണ്ട് പറയുവാണ്, ആ മാഡം. സമയത്ത് അലീന വീണ്ടും ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി? മുത്തശ്ശിയുടെ കണ്ണ് വീണ്ടും നീര് വരുന്നുണ്ടല്ലോ. സമയത്ത് മുത്തശ്ശി പറയുവാണ്, ഒന്നുമില്ല മോളെ. സമയത്ത് അലീന വീണ്ടും ചോദിക്കുകയാണ്, അതൊന്നുമല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല, എന്തോ മനസ്സിൽ കിടന്നിട്ടാ ഇങ്ങനെ വിഷമിക്കുന്നത്. സമയത്ത് മുത്തശ്ശി പറയുവാണ്, അവിടെ ആയിരുന്ന സമയത്ത് നിന്നോട് എങ്ങനെയാ പെരുമാറിയത് നിനക്കറിയാമല്ലോ. സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം കേട്ടോ മോളെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ്, അതെന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലല്ലേ, നീയല്ലേ അവിടെ കഴിഞ്ഞത് എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഒരു വേലക്കാരിയോട് പെരുമാറുന്നത് പോലെയൊന്നും അല്ലല്ലോ മുത്തശ്ശി എന്നോട് പെരുമാറിയത്, ഞാനും അങ്ങനെയല്ലായിരുന്നു.
സമയത്ത് മുത്തശ്ശി വിഷമത്തോട് പറയുവാണ്, നീ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പറയുവാണ്, ഞാൻ അന്നും അങ്ങനെയല്ല, ഇനിയും അങ്ങനെയല്ല. മുത്തശ്ശിക്കാണെങ്കിൽ അലീനയെ കാണുമ്പോൾ അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശിയാണെങ്കിൽ വിങ്ങിപ്പൊട്ടി കരയുവാണേ. വീണ്ടും അലീന പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കണ്ട, ഇതിനാ സങ്കടപ്പെടുന്നേ, എനിക്ക് അവിടെ സുഖം. അലീന പറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തിയാണ്. വൈജയന്തിയാണെങ്കിൽ 3 മക്കളെയും അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ശേഷം അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് ചോദിക്കുവാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അവളെ കൂട്ടി എന്തിന് അവളെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വീണ്ടും വൈജയന്തി ചോദിക്കുന്നുണ്ട്. വീട്ടിലെ ഗൃഹനാഥ അമ്മയല്ലേ അവിടെ കാണേണ്ടത് ചോദിക്കുമ്പോ, ഇതിന് ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാര്യം കവിതയോടല്ലേ ഞാൻ പറഞ്ഞിട്ട് വന്നത്, പറയാതെയൊന്നും അല്ലല്ലോ ഇങ്ങോട്ടേക്ക് എത്തിയത്, ഇനി എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? സമയത്ത് രോഹിത് ചോദിക്കുവാണ്, അമ്മ എന്ത് വർത്താനായി പറയുന്നത്? ഒരു വീട്ടിലെ വേലക്കാരി ആയിരുന്നെങ്കിൽ ശരി, ഞാൻ നാളെ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെയാണോ? അമ്മ ആ വീട്ടിലെ ഗൃഹനാഥയല്ലേ? അമ്മയ്ക്ക് 3 മക്കളില്ലേ? അമ്മയ്ക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? സമയത്ത് വൈജയന്തി പറയുവാണ്, ഗൃഹനാഥ ഞാനോ? അവിടെ തൂത്തുവാരിയിടുന്ന ചവിട്ടുകുട്ടയുടെ വില പോലും എനിക്ക് നിങ്ങൾ ആരും തന്നിരുന്നില്ല. അവിടെ ഗൃഹനാഥയാണ് പോലും. അവിടെ ഭരിക്കുന്നതേ ലീനയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പ്രശ്നം അവിടെ? എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലീന ആ ജന്തു തന്നെയാണ് എന്റെ പ്രശ്നം. വീണ്ടും രോഹിത് ചോദിക്കുവാണ്, അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സമയത്ത് വൈജയന്തി പറയുവാണ്, അവൾ എന്താ ചെയ്യാത്തത്? കുടുംബം മൊത്തത്തിൽ നശിപ്പിച്ചില്ലേ? അതിനുശേഷം വൈജയന്തി ചോദിക്കുവാണ്, നിങ്ങൾ എല്ലാവരും അവളുടെ സൈഡല്ലേ ഇപ്പോ? എന്റെ മുന്നിൽ നടത്തുന്ന അഭിനയം ഞാൻ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ആരും വിചാരിക്കേണ്ട. സമയത്ത് കൃഷ്ണമോള് പറയുവാണ്, നമ്മൾ അലീന ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് അലീന ചേച്ചി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് അലീന ചേച്ചിയുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മ അത് പറ, നമ്മളെങ്കിൽ എതിർക്കാം. സമയം വൈജയന്തി പറയുവാണ്, അവള് തെറ്റേ ചെയ്തിട്ടുള്ളൂ. അവൾ ആ കുടുംബം നശിപ്പിച്ചു. എന്റെ ഭർത്താവിനെ ആദ്യം മയക്കിയെടുത്തു, അതിനുശേഷം എന്റെ മക്കളെ മയക്കിയെടുത്തു. എന്റെ കുടുംബം, എന്റെ വീട്, അതെല്ലാം എന്നിൽ നിന്ന് അവൾ പിടിച്ചെടുത്തു ഒക്കെ പറയുമ്പോഴത്തേക്ക് അവര് പറയുവാണ്, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മേ, അലീന ചേച്ചി ചെയ്ത തെറ്റ് അതും അമ്മ പറയും, ക്ലിയർ ആയിട്ട് പറ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അമ്മയോട്. ആ സമയം വൈജയന്തി പറയണ, അങ്ങനെ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ആ കുടുംബത്തിലേക്ക് അവള് വന്നത് ആരായിട്ടാ? അവളൊരു വേലക്കാരി ആയിട്ടല്ലേ? നേരെ രോഹിത് പറയണ, അതെ, ഇനി ആ വീടിന്റെ ഗൃഹനാഥയായ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകരുത് അവൾ. അല്ലാതെ വീട്ടിലെ ഗൃഹനാഥനെ കൂട്ടുപിടിച്ച് അവിടെ തന്നെ നിൽക്കുവാണോ വേണ്ടത്? അങ്ങനെ ചോദിക്കുമ്പോ വിത ചോദിക്കും, അതെന്താ അമ്മ അങ്ങനെ സംസാരിച്ചത്? അലീന ചേച്ചി വെറും വേലക്കാരി മാത്രമല്ലല്ലോ, അച്ഛന്റെ മകള് കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോ വൈജയന്തി പറയുവാണ്, അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അയാൾക്ക് നാണമുണ്ടോ? കണ്ടവളന്മാരുടെ കൂടെ പോയി ഉണ്ടായ ആ കുട്ടി സ്വന്തം മകളാണ് എന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്കും മക്കൾക്കും സങ്കടം തോന്നും. ഇതാർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ചിന്തിക്കേണ്ട കഴിവ് പോലും അയാൾക്കില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ അനുവദിച്ചു തരണം എന്നാണോ അയാൾ പറയുന്നത് എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. സമയത്ത് ബബിത പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അത് കല്യാണത്തിന് മുൻപായിരുന്നല്ലോ അമ്മേ. ഇതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പോലും അച്ഛൻ അറിയത്തില്ല. കുട്ടി അനാഥാലയത്തിൽ ഉണ്ട് എന്ന് പിന്നീട് അറിയുമ്പോൾ അച്ഛന്റെ മനസ്സൊന്ന് വേദനിച്ചു. ആ പെൺകുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അതൊരു ചീത്ത പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് എതിർക്കാമായിരുന്നു. പക്ഷെ അലീന ചേച്ചി അങ്ങനെയാണോ? അലീന ചേച്ചി നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൾ നല്ല കാര്യം ചെയ്തു. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവൾ ഈ കാണിക്കുന്നതെല്ലാം അഭിനയമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സമയത്ത് വീണ്ടും ബബിത വീണ്ടും എതിർക്കുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കരുത് എന്ന് വൈജ പറയുവാണ്. എന്ത് പ്രശ്നം വന്നാലും അവസാനം വരെയും എന്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ ഇപ്പോൾ നീ മറുകണ്ഠം ചാടിയില്ലേ? വീണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് ബബിതയെ. ആ സമയം രോഹിത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. രോഹിത് പറയുവാണ്, അമ്മേ, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബം നേരെ പോകും. നമുക്ക് വീട്ടിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് അവിടെ പോയി സംസാരിക്കാം. രോഹിത് പറയുന്നുണ്ടെങ്കിലും വൈജയന്തി അതിനൊന്നും സമ്മതിക്കുന്നില്ല. സമയം കൃഷ്ണമോള് പറയുവാണ്, അമ്മ ആ അലീന ചേച്ചി സ്വന്തം മോളായിട്ട് അങ്ങ് കരുതുക, അന്നേരം പ്രശ്നം തീരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ജയന്തി പറയുവാണ്, ഓ പിന്നെ അവളെ ഞാൻ എന്റെ സ്വന്തം മകളെ പോലെ കാണാം. അതൊന്നും എന്റെ ഈ ജന്മം നടക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ച് ആകണം ഒക്കെ വൈജയന്തി പറയുവാണേ. എന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണ പറയുവാണ്, എനിക്കിനി ഒന്നും പറയേണ്ട കാര്യമില്ല. ആ സമയം വൈജയന്തി പറയുവാണ്, എല്ലാവരും കൂടെ ഇവിടെ നിൽക്കാമെന്ന് കരുതണ്ട. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കമലേട്ടത്തി എന്തെങ്കിലും മുഖം മുറിച്ച് പറയും. കേട്ടും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട്
അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് വൈജയന്തി. അമ്മയോട് എന്ത് പറഞ്ഞാലും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അമ്മയോട് ഇനി എന്ത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മക്കൾ അമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സമയത്താണ് പുറത്തേക്ക് പോയ ശിവനും കമലയും വീട്ടിലേക്ക് എത്തുന്നത്. പുറത്ത് വണ്ടി കിടക്കുന്നത് കാണുമ്പോൾ ശിവൻ പറയുവാണ്, ഇത് ബാലചന്ദ്രന്റെ ജുവലറിയിലെ വണ്ടിയല്ലേ, ബാലചന്ദ്രൻ വന്നു കാണൂ എന്ന് ശിവൻ പറയുന്നുണ്ട്. സമയത്ത് കമല പറയുന്നു, വന്നാ മതിയായിരുന്നു, അവളെ ഈ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു, തല്ലു കൊടുത്താലും വേണ്ടില്ല എന്ന് ഈ കാര്യത്തിലൊന്നും കയറി ഇടപെട്ടേക്കല്ലേ കേട്ടോ എന്ന് ശിവനോട് പറയുന്നുണ്ട് കമല. ആ സമയത്ത് ശിവൻ പറയുവാണ്, നീയല്ലേ അവളെ സപ്പോർട്ട് ചെയ്തത്, ബാലചന്ദ്രൻ പറഞ്ഞാലും അനുസരിക്കരുതെന്ന്. സമയത്ത് കമല പറയുവാണ്, അതൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാ, ഇനിയും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അതൊന്നും ഇവിടെ നിന്നുകൊണ്ട് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അവരും ഇരുന്ന് ബോറടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുകയാണ്, ക്യാരംസിന്റെ കോയിൻസ് വാങ്ങിച്ചിട്ട് വരുമോ ആരെങ്കിലും, ബോറടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് കമൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് ശിവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ശിവൻ ചോദിക്കുകയാണ്, ഇതെന്താ ആരും ഒരു മുന്നറിയിപ്പിലേക്ക് വന്നത്, എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ അമ്മയെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയും. ഇതെന്താ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നത്, ആരെങ്കിലും ഒരാൾ വരണം അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കണം. ശിവൻ പറയുമ്പോൾ ചോദിക്കുവാണ്, അതെന്താ അങ്കിളിന് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ശിവൻ പറയുവാണ്, ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, എല്ലാവരും കൂടെ അന്വേഷിച്ച് വന്നത് കൊണ്ട് പറഞ്ഞു പോയതാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുവാണ്, അമ്മ ഇറങ്ങി വന്നപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, ചോദിച്ചപ്പോൾ ഇങ്ങോട്ടേക്കാ വരുന്നതെന്ന് പറഞ്ഞത്, ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച് വന്നതാ, അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞങ്ങൾ വന്നതെന്ന് പറയുന്നുണ്ട്. ശിവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നിട്ട് അവളെ കണ്ടോ, അവൾ എന്താ പറയുന്നത്, അവളോട് വരാൻ താല്പര്യമില്ല എന്നാ പറഞ്ഞത്. സമയത്ത് കമല പറയുവാണ്, അതെങ്ങനെ ശരിയാവുന്നേ, ഇവിടെ അമ്മ നിൽക്കേണ്ടത് ആ വീട്ടിലല്ലേ, എല്ലാമായിട്ട് അങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് പോകണം, അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കമല. എനിക്കൊന്ന് പറയാമോ എന്ന് രോഹിത് ചോദിക്കുന്നു. ഇങ്ങനെ ഞാൻ പറയുന്നതെന്ന് കമല പറയുവാണേ, ഇവിടെ നിൽക്കരുതെന്ന് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ. സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ അലീന നിൽക്കുന്നത് കാണുന്നത്. കമല ചോദിക്കുന്നു, അവളെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത്, ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നേരെ രോഹിത് പറയുവാണ്, അയ്യോ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ ഞങ്ങളുടെ കൂടെ, ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരാൾ വേണ്ടേ, എല്ലാവരെയും കൂടെ നോക്കാൻ ആന്റിക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയും കൂടെ കൊണ്ടുവന്നതെന്ന് രോഹിത് പറയുന്നുണ്ട്. അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കാനാ തീരുമാനിച്ചത്, വരുമ്പോഴേ ഞങ്ങൾ പോകൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കമലയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. വിജയന്തി തന്നെ അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല കമലയ്ക്ക്. സമയത്ത് മക്കൾ എല്ലാവരും കൂടെ അവിടെ നിൽക്കുവാണ് എന്ന് പറയുമ്പോൾ കമലയുടെ അവസ്ഥ വളരെ മോശമാണ്. അങ്ങനെ കമല നല്ല രീതിയിൽ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഇവിടെ കിടക്കില്ലേ, വൈജയന്തി പോരാഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ വന്ന് കിടക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കമല. കാര്യം മനസ്സിലാക്കുന്ന അലീന പറയുവാണ്, എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു ഓട്ടോ വിളിച്ച് അതിൽ പോയിക്കോളാം. പക്ഷെ ആ സമയത്ത് ശിവൻ ഒട്ടും സമ്മതിക്കുന്നില്ല. ശിവൻ പറയുവാണ്, എന്തിനു പോകുന്നു, ഇവിടെ നിൽക്ക്, ഇവരെ എല്ലാവരെയും കൂടെ മേയ്ക്കാൻ പറ്റത്തില്ല, അലീന ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യമാകും, ഇനി ഇവിടെ നിന്നോ എന്ന് ശിവൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ അലീന പറയുവാണ്, അതെ വന്നതിന് ശേഷം ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ല, ആന്റിയോട് ചോദിക്കാതെ എങ്ങനെയാ അടുക്കളയിൽ കയറുന്നത്, അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അടുക്കളയിലേക്ക് കയറിയതേ ഇല്ല. ആ സമയത്ത് ശിവൻ പറയുമ്പോൾ അതിനെന്താ പ്രശ്നം, അടുക്കളയിലേക്ക് പൊയ്ക്കോ, അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇനി ദിവസം മാർക്കറ്റിൽ പോയിട്ട് എല്ലാം മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഒന്ന് ഇഷ്ടപ്പെടാത്ത ദേഷ്യത്തോടു കൂടി അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. കമല അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ അലീനെ ചോദിക്കുവാണ്, എങ്ങനെയെങ്കിലേ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. സമയം ശിവൻ പറയുവാണ്, പോയിക്കോ അടുക്കളയിലേക്ക്, അതിൽ ചെന്നിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക, ഇതിൽ തന്നെ കുറച്ച് ചായ ഉണ്ടാക്കണം കേട്ടോ എല്ലാവർക്കും, അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അലീന നല്ല സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് കയറുന്നു. അത് നോക്കി കാണുന്ന മനു നോക്കി നിൽക്കുമ്പോൾ ബബിത ചോദിക്കണം, കേട്ടോ പോയി കോയിൻ വാങ്ങിയിട്ട് വാ, മനു എന്നിട്ട് പറയണം, മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോകുന്നത് നോക്കി നിൽക്കുവാണേ മനു. ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ലീനയെ നോക്കി നിൽക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.